ഹായ്, ഇന്നൊരു റെസിൻ ആർട്ട് പരീക്ഷണമാണ്. നമ്മളുടെ ഫോട്ടോ ഫ്രെയിമിലേക്ക് ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്ന റെസിൻ ആർട്ടാണ് ഇത്. ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോട്ടോയുടെ ചുറ്റും ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്രെയിമിനകത്തൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ആ ലൈറ്റിൻ്റെ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ആ സംഭവം സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. നമ്മൾ വെറുതെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. ആർട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റെസിനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ വലിയ കുപ്പി റെസിനും ചെറിയ കുപ്പി ഹാർഡ്നറുമാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പാക്കിങ്. ഇത് നമ്മൾ എടുക്കുന്ന പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 3:1 ആണ്. നമ്മൾ എടുക്കുന്ന റെസിൻ്റെ 1/3 ഹാർഡ്നർ എടുത്താൽ മതിയേ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറിയൊരു വേരിയേഷനൊക്കെ വന്നാലും കുഴപ്പമില്ല, എങ്കിലും ഹാർഡ്നർ ലേശം കൂടിയാൽ കുഴപ്പമില്ല. റെസിൻ ഒത്തിരി കൂടിയാൽ പെട്ടെന്ന് കട്ട പിടിച്ച് കിട്ടത്തില്ല. ഇത് സെറ്റാവാനായിട്ട് ഒരുപാട് സമയം എടുക്കും റെസിൻ കൂടുതലായിപ്പോൾ. അപ്പോൾ അത് 3:1 കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നോളും. ഞങ്ങൾ ഈ അടപ്പിന് 3 അടപ്പ് റെസിനും ഒരടപ്പ് ഹാർഡ്നറുമാണ് എടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഫോട്ടോയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നല്ലോണം ബബിൾസ് ഉണ്ടാവും. ആ ബബിൾസ് പോകാൻ വേണ്ടിയാണ് ഈ ലൈറ്റർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് ചൂട് കൊടുക്കുന്നത്. എന്നിട്ട് ലൈറ്റർ കൊണ്ട് ചൂടാക്കിയിട്ട് അധികം ഇത് ബബിൾസ് പോവാഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഹെയർ ഡ്രയർ കൊണ്ടിട്ട് ഒന്നും കൂടെ അതൊന്ന് ബബിൾസ് കളഞ്ഞു കൊടുക്കുവാണേ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഐസോപ്രൊപ്പൈൽ എന്ന് പറഞ്ഞിട്ടൊരു ലിക്വിഡ് കിട്ടും. ആ സാധനം ഒഴിച്ചു കൊടുത്താൽ മതി, ബബിൾസ് പൊയ്ക്കോളും. അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന
ആ മിക്സ് ഞങ്ങളുടെ ചെറിയ പെൻഡൻറ്റും കൂടെ ഉണ്ടാക്കുവാണേ. ഒരു പെൻഡൻറ്റിൻ്റെ ഫ്രെയിമിനകത്ത് ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ റെസിൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഇത്രയും ചെയ്ത് വെച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഈ ലെറ്റേഴ്സ് ഒട്ടിച്ചത്. ഇത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഈ ലെറ്റേഴ്സ്. ഇത്രയും ലെറ്റേഴ്സ് ചെയ്യിപ്പിച്ചെടുക്കുന്നതിന് 800 രൂപയായി. ഇത് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ ഒരു സ്റ്റിക്കറിനകത്ത് വരുന്നതാണ്. ഒരു ഫൈബറിൻ്റെ ഒരു പ്ലേറ്റ് പോലെ വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇളക്കി എടുക്കാം. അങ്ങനെ ഇളക്കി ഒട്ടിച്ചതാണ് ഓരോ ലെറ്റേഴ്സും. അത് ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ലാസ്റ്റ് അത് ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ലെറ്റേഴ്സ് ചെയ്യുന്ന സമയത്തെ സംസാരിക്കാൻ പറ്റാതെ ആയിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള ഒരിതില്ലായിരുന്നു. അത്രയും കെയർ ചെയ്ത് വേണം ഓരോ ലെറ്റേഴ്സും എടുത്ത് ഒട്ടിക്കാനായിട്ട്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബീഡ്സ് അതിൻ്റെ താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ റെസിനും ഹാർഡ്നറും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നമ്മളത് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കുവാണ്. ആ ബീഡ്സ് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തായിരുന്നു ഒരു വേവിൻ്റെ ഷേപ്പിൽ. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിൻ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ബീഡ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നീങ്ങിപ്പോയി. അത് വീണ്ടും അറേഞ്ച് ചെയ്ത് എടുക്കുവാണ് രണ്ടാമത്. ഇതാണ് നമ്മൾ ആ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന ലെറ്റേഴ്സിൻ്റെ ആ ഒരു ഷീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇതിൽ നിന്ന് നമ്മളെല്ലാ ലെറ്റേഴ്സും ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത റെസിനൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് 24 മണിക്കൂറിന് ശേഷം ഉള്ള ഒരു അവസ്ഥയാണിത്. എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ആ ബീഡ്സ് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. വൈറ്റ് ബീഡ്സ് ആയിരുന്നു ഇട്ട് കൊടുത്തപ്പോൾ അതൊന്ന് ഒരു യെല്ലോയിഷ് കയറിയിട്ടുണ്ട് അതിൽ. അതിപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് മാറിയേ. എനിക്ക് ആ ഓഫ് വൈറ്റ് വന്നപ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. ഇത് നമ്മൾ ആ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ച പെൻഡൻ്റാണ്. അതിനകത്ത് ഞാൻ ഓർത്തു ആ ഫ്ലവറിൻ്റെ നടുക്കൊന്ന് ലൈറ്റായിട്ട് ഗോൾഡൻ കളർ ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഗോൾഡൻ കളർ അക്രിലിക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അതിനകത്ത് റെസിൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതാണ് നമ്മുടെ പെൻഡൻറ്റിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.